ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീട്ടിൽ തന്നെ ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കിയാലോ? പപ്പായ ഉണ്ട്. പപ്പായ വെച്ച് നമുക്ക് വീട്ടിലൊരു സോപ്പ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സോപ്പ് ഐസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഗ്ലിസറിൻ, പപ്പായ, ഇത്രയും മാത്രം മതി നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അതിനകത്ത് തന്നെ ഞാൻ സോപ്പ് ഐസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാണ്. നമുക്കൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെറുതായിട്ട് പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കൈയൊക്കെ മുറിയാതെ നോക്കുക. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നേരത്തെ സോപ്പ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതും കൂടെ എൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്തത് നമ്മുടെ പപ്പായ കുട്ടനെടുത്ത് അതിന് മാത്രം വേണ്ട, കുറച്ച് മതി. ഇപ്പം ഞാനിത് ഇത്ര എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞൊന്ന് ഫ്രഷ് ആക്കി എടുക്കാം. പപ്പായ അരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് മിക്സിക്കകത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. പപ്പായ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് അരിഞ്ഞു കൊടുത്തിട്ട് മിക്സിക്കകത്തിൽ അടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം നമുക്ക്. നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ പപ്പായ നമ്മൾ നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സോപ്പ് ഉണ്ടാക്കലിലേക്ക് കിടക്കാം. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഞാൻ സ്റ്റൗ കത്തിക്കുകയാണ്. സ്റ്റൗ കത്തിച്ചിട്ട് ഞാനൊരു ചരുവാണ്. ചരുവത്തിൽ പകുതി വെള്ളം എടുത്ത് തിളയ്ക്കാൻ വെക്കുന്നുണ്ട്. അതവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ സോപ്പ് ഐസ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടാകും. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിൻ്റെ അകത്തേക്ക് ഈ സോപ്പ് ഐസിൻ്റെ വേറൊരു കണ്ടെയ്നർ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അത് വെള്ളം കയറാൻ പാടില്ല കേട്ടോ. വെള്ളം കയറിയാൽ മൊത്തം കൊളാവും. അതുകൊണ്ട് അത് മുങ്ങിപ്പോകാത്ത രീതിക്ക് ഇത് പലുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആവുന്ന സമയത്തേക്ക് നമ്മൾ അപ്പുറത്തൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പ് മാർജിൻ ഫ്രീ ഷോപ്പാണ്. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് കടം കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് വിടുന്നു. അതാണ് മാർജിൻ ഫ്രീ ഷോപ്പ്. ആ ചേച്ചിയുടെ സോപ്പ് ഉണ്ടാക്കാറുണ്ട്, ലേഖ ചേച്ചി. പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പം ഷോപ്പ് നമുക്ക് ഒഴിച്ചു നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ട് വന്നതാണ്. ആവശ്യം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കും. മെൽറ്റായി വരുന്നുണ്ട്. കുറച്ചും കൂടെ ആവാനുണ്ട്. ചെറിയ കട്ടകളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ആവട്ടെ, നല്ലപോലെ മെൽറ്റ് ആവട്ടെ. നന്നായിട്ട് സോപ്പ് ഐസ് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മളുടെ പപ്പായ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കിലാണ് കാര്യം. നന്നായിട്ട് ഇത് കട്ടയാവാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് മൊത്തം ഇട്ടിട്ടുണ്ട്. കൂടി പോകുന്നതിൽ എന്തായാലും സാരമില്ല, പരീക്ഷണല്ലേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. സോപ്പ് ഐസുമായിട്ട് നന്നായിട്ട് ആ പപ്പായ പേസ്റ്റ് മിക്സ് ആയി. ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം. ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. എത്ര രൂപയാണാവോ? 70 രൂപ. ഈ ഒരു ബോട്ടിലിന് 70 രൂപയാണ് ഗ്ലിസറിന്. ചുമ്മാ ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ മതി, ഒരിടത്ത് തന്നോളൂ.
1 ടീസ്പൂണ് ഗ്ലിസറിൻ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. നല്ലപോലെ ഗ്ലിസറിനും പപ്പായ സോപ്പ് പേസ്റ്റും കൂടിയിട്ട് നന്നായിട്ട് മിക്സായി. ഇനി നമുക്കിത് എടുത്തിട്ട് നമ്മുടെ കണ്ടെയ്നർ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കണേ. അയ്യോ, കുറച്ചും കൂടെ ബാക്കിയുണ്ടല്ലോ. ഡിസ്പോസിബിൾ ഗ്ലാസ് ഇരിപ്പുണ്ട്, നമുക്ക് ബാക്കി നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ അകത്തേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെയാണ്. അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പം തണുക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 2-3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിൽ സ്മെല്ലിന് വേണ്ടിയിട്ടൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് മണമില്ലെങ്കിലും ഗുണമല്ലേ പ്രധാനം. അപ്പം നമ്മുടെ പപ്പായ സോപ്പ് സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയായിട്ടുണ്ട് നമ്മുടെ പപ്പായ സോപ്പ്. ഷേപ്പിലായിട്ടുണ്ട്. നമുക്കൊന്ന് പപ്പായ സോപ്പ് ആക്കി നോക്കാം. ഇതോ, ഇത് നമ്മുടെ പപ്പായ സോപ്പ് സെറ്റ്. ഇനി നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. വെള്ളത്തിൽ നിന്ന് നനച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ വെച്ചിരുന്ന സോപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇതുകൊണ്ട് ഇതൊന്ന് നനച്ച് നോക്കാം. സ്മെല്ലൊന്നുമില്ല അങ്ങനെ. ഒരു ഗ്ലിസറിൻ്റെ മയമുണ്ട്.